കോവിഡ് കാലത്ത് നേരിട്ട ഇടിവിന് ശേഷം കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികളുടെ പണത്തിൽ വൻ കുതിച്ചുചാട്ടം തുടരുന്നു. 2023 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിലാണ് മലയാളി പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിലുണ്ടായ വർധനവിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. 2023 നാട്ടിലേക്ക് മലയാളി പ്രവാസികൾ അയച്ചത് 2,16,893 കോടി രൂപയാണ്. 22 ലക്ഷം മലയാളികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസികളായി കഴിയുന്നത്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ഇരുദയ രാജൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേ റിപ്പോർട്ട് ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. 2018 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ 85,092 കോടി രൂപയായിരുന്നു നാട്ടിലേക്ക് എത്തിയതെങ്കിൽ 2023 154.9% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിലും ഗണ്യമായ വർധനവുണ്ടായി. 37,058 കോടി രൂപയാണ് പ്രവാസികൾ വീടുകളിലേക്ക് അയച്ചത്. രാജ്യത്തെ NRI നിക്ഷേപങ്ങളിൽ 21% വിഹിതവും കേരളത്തിൻ്റേതാണ്. അതേസമയം കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഗണ്യമായ വർധന ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2018 21 ലക്ഷമായിരുന്ന പ്രവാസികളുടെ എണ്ണം 2023 22 ലക്ഷമായി. വിദ്യാർത്ഥി കുടിയേറ്റം വർദ്ധിച്ചതാണ് പ്രവാസികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകാതെ തുടരുന്നതിന് പിന്നിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള മൊത്തം പ്രവാസികളിൽ 11.3% പേര് വിദ്യാർത്ഥികളാണെന്നും അതേസമയം ആകെ കുടിയേറ്റക്കാരുടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 9 ജില്ലകളിലും പ്രവാസികളുടെ എണ്ണം കുറഞ്ഞതായും കാണിക്കുന്നു. മലപ്പുറം തിരൂർ താലൂക്കാണ് പ്രവാസികളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 1 ലക്ഷം പ്രവാസികളാണ് ഇവിടെ നിന്നുള്ളത്. ഇടുക്കി ദേവികുളം താലൂക്കാണ് പ്രവാസികളുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിൽ. ഏറ്റവും കൂടുതൽ മലയാളി കുടിയേറ്റക്കാരുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയാണ്. പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിലും GCC രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ 2018 89.2% നിന്ന് 2023 80.5% ഇടിവ് കാണിക്കുന്നുണ്ട്. ഏതായാലും പ്രവാസികളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നട്ടെല്ല്. പക്ഷേ നമ്മുടെ സർക്കാർ ആ രീതിയിലുള്ള പരിഗണനകളൊന്നും പ്രവാസികൾക്ക് കൊടുക്കുന്നില്ല. പ്രവാസ ജീവിതം കഴിഞ്ഞു വന്ന എത്രയോ ആളുകളാണ് നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കടം പെരുകി ആത്മഹത്യ ചെയ്തവരും അനേകരാണ്. പ്രവാസികളെക്കുറിച്ച് വലിയ വായിൽ വർത്തമാനം പറയും, പക്ഷേ അവരെ കരുതുന്ന കാര്യത്തിൽ പിന്നോട്ടാണ്. സർക്കാർ കൂടെ പറയും അവർക്ക് ഇവിടെ വന്ന് ബിസിനസ്സോ വ്യവസായമോ ചെയ്യാൻ സർക്കാർ സഹായിക്കുമെന്ന്, ഏകജാലകത്തിലൂടെ എല്ലാം ശരിയാകുമെന്ന്. ഈ പറച്ചിലല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? ഒരു സർട്ടിഫിക്കറ്റിന് പോലും സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി ഊപ്പാട് വരും. കൈക്കൂലി കൊടുക്കാതെ കിട്ടത്തുമില്ല. സർക്കാരിന് സെക്രട്ടേറിയറ്റിലിരുന്ന് ആഹ്വാനം ചെയ്താൽ മതി. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട. ആദ്യം ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം മാറ്റണം. കൈക്കൂലി നിർത്തലാക്കണം. എങ്കിലേ നാട് നന്നാവൂ. അതിന് സർക്കാരിന് കെൽപ്പുണ്ടാകണം. അങ്ങനെ കെൽപ്പുള്ള ഒരു സർക്കാർ വരണം.